ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ? ദുബായിലുള്ള എൻ്റെ വീട്ടിലായിട്ടുള്ളതാ ഈ മല്ലി. ഒരു തെർമോക്കോളിൻ്റെ ഒരു ബോക്സിലാണ് ഞാനിങ്ങനെ ഇച്ചിരി മണ്ണിട്ടിട്ട് കുഴിച്ചിട്ടതാണ് ഇച്ചിരി മല്ലി. പക്ഷെ അത് ഞാൻ ഒരുപാട് ഇല എടുത്ത് കറിക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മുറിക്കാതെ വെച്ചിട്ട് അങ്ങനെ വിട്ടതാണ്. പക്ഷെ അതാണ് ഇപ്പോൾ നല്ല വൈറ്റ് കളറിലെ പൂക്കളുമായിട്ട് മല്ലിയായിട്ടൊക്കെ നിൽക്കണത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്, മല്ലി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇവിടെയൊക്കെ മല്ലി ഉണ്ടാവുന്നു. അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്തൊരു ബോക്സിൽ കടുക് ആയിട്ടുണ്ട്. നല്ല കൊമ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെടിയേ ഉള്ളൂ കടുകിൻ്റെ, പക്ഷെ എന്നാലും നിറച്ചതിൽ കൊമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ഉണങ്ങാറായി, ഇച്ചിരി കഴിഞ്ഞാൽ ഉണങ്ങിക്കിട്ടും. ഒരുപാടായിട്ടുണ്ട്. ഇതും ഞാനൊരു ബോക്സിലാക്കിയിട്ടാണ് ഞാൻ കടുക് ഇട്ട് കൊടുത്തത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ മണ്ണൽ ഒന്നും ഇല്ലാത്ത സ്ഥലമല്ല. അപ്പോൾ ഈ ബോക്സിലൊക്കെ മണ്ണിട്ട് ഇതൊക്കെ കായ്ച്ച് കാണുന്നതാണെന്നൊരു മനസ്സിനൊരു സന്തോഷം കാണുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ എത്ര പേര് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയതിലാണ് ഈ കാണുന്ന മല്ലിയതാ. ചെറുതായിട്ട് കാണുന്ന പച്ച കളറിൽ കാണുന്ന മല്ലിയാണ്. പിന്നെ വൈറ്റ് കളറിൽ പൂവ് നല്ല രസമുണ്ട് കാണാൻ. പൂവൊക്കെ നല്ല രസമുള്ള പൂവാണ്, വൈറ്റ് കളർ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മല്ലി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ദുബായിലൊക്കെ ഇങ്ങനെ ചട്ടിയിലൊക്കെ മല്ലി ഉണ്ടാക്കുന്ന ആരൊക്കെ എന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടാക്കാറുണ്ടോ അല്ല ഉണ്ടാവാറുണ്ടോ, മല്ലി പിടിക്കാറുണ്ടോ എന്നിട്ടൊന്നും അറിയില്ല എനിക്ക്. പക്ഷേ എനിക്കിത് ആദ്യ എക്സ്പീരിയൻസാണ് ഇങ്ങനെ മല്ലി പിടിച്ച് കാണുന്നത്. അതുപോലെ കടുകിൻ്റെ കൊമ്പും കാണുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ ഇത് ഉണങ്ങുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇനിയുള്ള വീഡിയോ ഇട്ട് തരാം. പിന്നെ എൻ്റെ അടുത്ത് ചെമ്പരത്തിയുടെ ഇലയുണ്ട്. ചെമ്പരത്തി പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ഒരു കൊമ്പ് കൊണ്ടുവന്നിട്ട് ഒരു ചട്ടിയിലാക്കി വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, അത് പൂക്കളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെമ്പരത്തിയുടെ ഇലയും ഞാൻ തലയിലൊക്കെ താളിയാക്കി തേക്കാറുണ്ട്, മോൾക്ക് ഒക്കെ തേക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ മല്ലിയും കടുകൊക്കെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വാച്ചിങ് വീഡിയോ.